എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരളത്തിലെ ബി.ഫാം അതുപോലെ തന്നെ ബി.എസ്.സി അഗ്രികൾച്ചർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു കീം അതായത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസ് അതുപോലെ ഫാർമസി കോഴ്സസ് എന്നിവയിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2023 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഗ്രികൾച്ചർ അതുപോലെ തന്നെ ബി.ഫാം കോഴ്സാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഈ ഒരു ബി.എസ്.സി അഗ്രികൾച്ചർ കോഴ്സിന് കേരളത്തിലെ 4 കാർഷിക കോളേജുകളിൽ പ്രവേശനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നീറ്റ് ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന അതായത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാനായിട്ട് തയ്യാറാക്കുന്ന മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് വിദ്യാർത്ഥികളുടെ നീറ്റ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ബി.എസ്.സി അഗ്രികൾച്ചർ കോഴ്സിലേക്ക് പ്രവേശനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റിന് രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയായിരിക്കണം. അതുപോലെ തന്നെ കീമിന് അപേക്ഷ നൽകുന്ന സമയത്ത് ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു നീറ്റിന് അപേക്ഷ നൽകാതിരുന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് CUET 2024 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ നൽകിക്കൊണ്ട് അതിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ ബയോളജി അല്ലെങ്കിൽ മാത്സ് എന്നിവയിൽ ലഭിച്ച സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ICAR നടത്തുന്ന അലോട്ട്മെൻറ്റ് വഴി ഈ ഒരു ബി.എസ്.സി അഗ്രികൾച്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനം നേടുന്നതിനും സാധിക്കും. അതായത് ഓൾ ഇന്ത്യ കോട്ടാ തലത്തിൽ 15% സീറ്റുകൾ അതായത് 15% സീറ്റുകൾ 52 യൂണിവേഴ്സിറ്റികളിലായിട്ടുണ്ട്. അത് ഏകദേശം 1600 സംതിങ് സീറ്റുകൾ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അഗ്രികൾച്ചർ കോഴ്സിന് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ നീറ്റിന് അപേക്ഷിച്ചില്ല അല്ലെങ്കിൽ കീമിന് ഇപ്പോൾ അപേക്ഷ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഏപ്രിൽ 17 വരെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാം. നിങ്ങൾ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ആർക്കിടെക്ചർ അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ അതുപോലെ ഫാർമസി കോഴ്സുകൾ എന്നിവ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു അപേക്ഷ നൽകുമ്പോൾ തന്നെ 4 ഓപ്ഷനുകളും സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്യാതിരുന്നാൽ പിന്നീട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അഗ്രികൾച്ചർ കോഴ്സിലേക്ക് വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ 2 രീതിയിലാണ് പ്രവേശനം നേടാൻ സാധിക്കുക. ഒന്ന് നീറ്റ് എക്സാമിൽ ക്വാളിഫൈ ചെയ്യുകയും അതുപോലെ കീമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ കീമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ നീറ്റ് സ്കോറൊക്കെ ഈ ഒരു മെഡിക്കൽ അലൈഡ് കോഴ്സസിലെ റാങ്ക് ലിസ്റ്റിന് വേണ്ടി പിന്നീട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. CEയുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ ഒരു റാങ്ക് ലിസ്റ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു അഗ്രികൾച്ചർ കോഴ്സിലേക്ക് അതായത് കേരളത്തിലെ 4 കോളേജുകളിലെ അഗ്രികൾച്ചർ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നീറ്റിന് അപേക്ഷ ഈ വർഷം നൽകാതിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ CUET 2024 പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷ ഏപ്രിൽ 5 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ അപേക്ഷ നൽകിക്കൊണ്ട് ആ ഒരു പരീക്ഷയിൽ വിജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്നിവയിൽ ലഭിച്ചിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ അതായത് ICAR നടത്തുന്ന ICAR എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നാണ്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു നീറ്റ് എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് CUET എക്സാമിനേഷൻ്റെ റാങ്ക് അനുസരിച്ചുകൊണ്ട് അഗ്രികൾച്ചർ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിലുള്ള കോട്ടയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. കേരളത്തിലെ അഗ്രികൾച്ചർ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് വാർഷിക ഫീസ് വരുന്നത് കഴിഞ്ഞ വർഷം വരെ 15,000 രൂപയായിരുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ബി.ഫാം കോഴ്സിലേക്ക് പ്രവേശനം നേടണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു കീം അതായത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ അതുപോലെ ഫാർമസി എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഈ ഒരു പരീക്ഷയിൽ അതായത് ജൂൺ 1 മുതൽ 9 വരെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയിലെ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ് അതുപോലെ കെമിസ്ട്രി എന്നിവയുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു ബി.ഫാം കോഴ്സിലേക്ക് അതായത് ഫാർമസി കോഴ്സിലേക്ക് പ്രവേശനം ലഭിക്കുക. അപ്പോൾ ബി.ഫാം കോഴ്സ് ആഗ്രഹിക്കുന്നത് ബി.ഫാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മെഡിക്കൽ ഫീൽഡിലുള്ള കോഴ്സാണ്. അതായത് മരുന്നുകളെക്കുറിച്ചുള്ള അതായത് ഡ്രഗ്സുകളെക്കുറിച്ചുള്ള പഠനമാണ്. അതായത് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മരുന്നുകളാണ്. അപ്പോൾ മരുന്നുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബി.ഫാം കോഴ്സിൽ അതായത് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ബി.ഫാം
കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഫാർമസിയൊക്കെ തുടങ്ങാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും ഈ ഒരു BPharm കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ. അതിനുശേഷം MPharm അതുപോലെ തന്നെ അതിന് മുകളിലുള്ള ഹയർ കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മരുന്ന് നിർമ്മാണ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് BPharm കോഴ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരള പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന കീം 2023 എക്സാമിനേഷനിലെ പേപ്പർ 1 അതുപോലെ 1 ആയിട്ടുള്ള ഫിസിക്സ് അതുപോലെ കെമിസ്ട്രി എന്നിവയുടെ പേപ്പർ എഴുതുകയും അപ്പോൾ അതിൽ നിങ്ങൾക്ക് എത്രത്തോളം മികച്ച സ്കോർ ലഭിക്കുമോ അതിനനുസരിച്ച് കൊണ്ടാണ് BPharm കോഴ്സിലേക്കുള്ള പ്രവേശനം ലഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് കീമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 17-ാം തീയതിയാണ്. അതുപോലെ തന്നെ CUET 2024 പ്രവേശന പരീക്ഷ എഴുതാതിരിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ഉടൻ രജിസ്ട്രേഷൻ ചെയ്യുക. ഏപ്രിൽ 5-ാം തീയതി വരെയാണ് ഈ ഒരു CUET എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.